നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതുപോലെ പുല്ല് വളരുന്നതോടൊപ്പം തന്നെ തൊട്ടാവാടിയൊക്കെ വളരാറുണ്ട്. അങ്ങനെ തൊട്ടാവാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറിച്ച് കളയാതെ നമ്മൾ ഇതുപോലൊന്ന് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ തണ്ടിൽ നിന്ന് ഇലയെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ചെറിയൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ 2 തവി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഇലയെല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഈ ചതച്ചിട്ടുള്ള ഈ തൊട്ടാവാടിയുടെ ഇലയെല്ലാം ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ആ ഒരു എണ്ണയുണ്ടല്ലോ, ഈ എണ്ണ നമ്മുടെ ത്വക്ക് സംബന്ധമായിട്ടുള്ള എന്ത് അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. വട്ടച്ചൊറി വരുന്നത്, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ള എന്തൊരു അലർജി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ.